കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc സ്റ്റാറ്റിസ്റ്റിക്സിന് 3ാം റാങ്ക് നേടിയ രേഷ്മ രമേശിനെ KPCC ദേശീയ കായികവേദിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. അനുമോദന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാശാലയിൽ നിന്നും MSc സ്റ്റാറ്റിസ്റ്റിക്സിന് 3ാം റാങ്ക് നേടിയ രേഷ്മ രമേശിനെ KPCC ദേശീയ കായികവേദിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. അനുമോദന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു സാമൂഹിക പ്രസ്ഥാനമായി മാറേണ്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഞാൻ ഇതിനെ കാണുന്നു. നമ്മുടെ പ്രിയപ്പെട്ട രേഷ്മ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. മോഹൻകുമാറോട് സൂചിപ്പിച്ചു, തൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രതിസന്ധിയാണ്. ജീവിതത്തിൻ്റെതായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ സാമ്പത്തികമായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തനിക്ക് ലഭ്യമാകുന്ന അവസരം നന്നായി ഉപയോഗിച്ചുകൊണ്ട് മികച്ച വിജയം നേടി. ഒരുപക്ഷെ നാടിൻ്റെ തന്നെ അഭിമാനമായി മാറുന്ന തരത്തിലുള്ള വലിയ നേട്ടം കേരള യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കുവാൻ രേഷ്മയ്ക്ക് പറ്റി. അപ്പോൾ അതൊരു ചെറിയ നേട്ടമല്ല, ഒരു വലിയ വിജയമാണ് രേഷ്മ നേടിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉന്നതമായൊരു വിജയം നേടി വീണ്ടും തുടർന്ന് പഠിച്ചു മുന്നോട്ട് പോകണമെന്ന് രേഷ്മ ആഗ്രഹിക്കുമ്പോൾ ആ രേഷ്മയെ കേവലം ഒരു അനുമോദനത്തിലൂടെ പിന്തുണ കൊടുക്കുക മാത്രമല്ല, അതോടൊപ്പം തന്നെ ഭാവി പഠനത്തിൽ കൂടി എങ്ങനെയാകണം അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ നിരവധി ആളുകൾ ഇത്തരം നല്ല മനസ്സുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കൈപ്പള്ളി ജ്വല്ലറി ഉടമ അദ്ദേഹത്തോട് ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹം അത് ചെയ്യുവാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ അത് ഏറ്റെടുക്കുവാനുള്ള ഒരു മനസ്സ് കാണുന്നത്. ദേശീയ കായികവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു കൊരമ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അത് വളരെ വലിയ നിലയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ വലിയ സാമ്പത്തിക ചെലവുകൾ വരുന്ന ഒരു കാര്യത്തിലേക്കാണ് ആ കുഞ്ഞ് ഇപ്പോൾ ഇത് വരുന്നത്. മിനിമം ഒരു വർഷത്തേക്ക് 35,000 മിനിമം 35,000 രൂപ കൂടുതൽ ചിലവ് വരും. അപ്പോൾ ആ ചിലവുകൾ അതായത് കൈപ്പള്ളി ജ്വല്ലറി ഏറ്റെടുത്ത് പഠിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഇന്ന് ഞാൻ ആ കാര്യം എൻ്റെ പറഞ്ഞപ്പോൾ അവൻ തന്നെ എനിക്ക് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. കാരണം പോകുന്ന രീതിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊള്ളാം. അപ്പോൾ അത് ഈ ബേസ് കായിക വേദിയുടെ ഒരു ബേസിലൂടെ ആയിരിക്കും അത് പോകുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. ഈ കുട്ടി വളരെ ഇവിടെ ഈ പ്രദേശത്ത് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറമുള്ള രമേശിൻ്റെ മകളാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇവർ കോൺഗ്രസ് യാത്രികരുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ വളരെ പഠിക്കാൻ മിടുക്കിയായിരുന്ന 10ാം ക്ലാസ്സിലാണെങ്കിലും +2-ലാണെങ്കിലും ഗ്രാജുവേഷനാണെങ്കിലും അല്ലെങ്കിൽ PGക്ക് തന്നെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടിയാണ്. ഈ പ്രദേശത്തിൻ്റെ ഒരു മുഖമായ നാളുകളിൽ മാറുവാൻ കഴിയുന്ന ഏവൂരെന്ന ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ പേര് ഒരുപക്ഷെ നാളുകളിൽ ഈ പ്രദേശം മൊത്തം ഈ സംസ്ഥാനം മൊത്തം ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ എത്തിക്കുവാൻ കഴിയുന്ന ഭാവി വാഗ്ദാനമാണ് രേഷ്മ. കായികവേദി സംസ്ഥാന സെക്രട്ടറി മുനീർ, MG മോഹൻകുമാർ, വിജയൻ തണ്ടാശ്ശേരിൽ, സത്യൻ ഉണ്ണിപ്പറമ്പിൽ, CP തോമസ്, മനോജ് ഗീവർഗീസ്, ശ്രീജിത്ത് ഏവൂർ, ശംഭു പ്രസാദ്, കൃഷ്ണപ്രസാദ്, ആദർശ് മഠത്തിൽ, ശങ്കരപിള്ള ഏവൂർ, വിജയമോഹൻ, രാധാകൃഷ്ണൻ ഏവൂർ, MR രാജൻ, ജയപ്രദീപ്, വിനോദ് പൂവടി, പങ്കജാക്ഷൻ നായർ, നവാസ്, ചന്ദ്രൻ രാമപുരം, വിശ്വനാഥൻ ഏവൂർ തുടങ്ങിയവർ സംസാരിച്ചു. റാങ്ക് ജേതാവ് രേഷ്മ രമേശ് നന്ദി പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.